ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AK30 വിവോ. എല്ലാവർക്കും എൻ്റെ ഈ AK30 വിവോ എന്ന ചാനലിലേക്ക് വിനീതമായ സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഹാംസ്റ്റർ കോമ്പാക്ട് എന്തുപോലെയല്ല ഗൈസ്. ഹാംസ്റ്റർ കോമ്പാക്ടിനെ നമുക്ക് മാറ്റി വെക്കാം ഗൈസ്. ഹാംസ്റ്റർ കോമ്പാക്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് എന്തിനാണ്? അവർക്ക് എയർ ഡ്രോപ്പ് കിട്ടുന്ന ക്രിപ്റ്റോ കറൻസി എങ്ങനെ സ്വാപ്പ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് INR ഉണ്ടാക്കുന്ന പൈസ ഉണ്ടാക്കി റിച്ച് ആവാനാണ് ഗൈസ്. അപ്പം അതേപോലത്തെ ഒരു പരിപാടിയാണ് ഗൈസ് ഞാൻ കൊണ്ടുവരുന്നത്. ക്രിപ്റ്റോ കറൻസി വെച്ച് നിങ്ങൾക്ക് കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വേ ആണ് ഗൈസ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലത്തെ നിങ്ങൾ ഞെക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടിയൊന്നുമല്ല ഗൈസ്. ഇതൊരു വെറൈറ്റിയാണ്. നമ്മളുടെ യൂസ് ചെയ്യാതെ നമ്മൾ വെറുതെ കളയുന്ന അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയി കിട്ടുന്ന നമ്മളെ ഡേറ്റ, മൊബൈൽ ഡേറ്റ 5G യൂസേഴ്സിനൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് വൈഫൈ ഉള്ളവർക്ക് അങ്ങനെ പല രീതിയിലുള്ള പല പാക്കുകളും ചിലവർക്ക് വെറുതെ കളയുന്നുണ്ട് ഗൈസ്. അത് വെച്ച് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലം വീഡിയോ ആണ് ഗൈസ് ഇത്. നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാംസ്റ്റർ കോമ്പാക്ട് കിടന്ന് കുത്തിക്കൊണ്ടിരിക്കുന്ന ആ ചങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അവൻ ഇങ്ങനെയെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസി കിട്ടട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഗൈസ്. അപ്പോൾ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ കാണിക്കുന്ന ഈ ആപ്ലിക്കേഷൻ കണ്ടോ ഗൈസ്. ഹണിഗെയിൻ എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളുടെ ഡേറ്റ ഷെയർ ചെയ്ത് അതിന് കിട്ടുന്ന ഏണിങ്സ് ആയിട്ടോ കിട്ടുന്ന നമ്മളെ ക്രിപ്റ്റോ കറൻസി നമ്മൾ ഏൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഏൺ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്, ഈ ആപ്പിനകത്ത് എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, അതുപോലെ തന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെയാണ് ഇത് ഷെയർ ചെയ്യുന്നത് എല്ലാം നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അതിനുശേഷം ജെം ടാസ്ക് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അതെങ്ങനെ നമുക്ക് അതിലും രജിസ്റ്റർ ചെയ്ത് നമ്മളെ വാലറ്റ്, ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റ്, അതുപോലെ തന്നെ മെറ്റാമാസ്ക്, അങ്ങനെ കുറേ വാലറ്റുകൾ നമ്മൾ പ്ലേ സ്റ്റോറിലെ ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് ഗൈസ്. അതിൽ ഏതെങ്കിലും ഒരു വാലറ്റിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ ഈ കിട്ടുന്ന നമുക്ക് വേണ്ട ഇപ്പോൾ കിട്ടുന്ന നമ്മൾ ഈ ഡേറ്റ ഷെയർ ചെയ്ത് കിട്ടുന്ന ക്രിപ്റ്റോ കറൻസിയിൽ അതിനകത്തേക്കിട്ട് എങ്ങനെ നമുക്ക് ഷെയർ ചെയ്ത് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം എന്നെല്ലാം ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് ഗൈസ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ 2 പാർട്ട് എന്ന് പറയുമ്പം രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഈ ട്രസ്റ്റ് വാലറ്റിൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ട്രസ്റ്റ് വാലറ്റാണ് ഗൈസ്. ആ ട്രസ്റ്റ് വാലറ്റിൽ കിടക്കുന്ന ക്രിപ്റ്റോ കറൻസി എങ്ങനെ നമുക്ക് നമ്മളുടെ ബാങ്കിലോട്ട് അല്ലെങ്കിൽ നമ്മളുടെ പൈസയായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് എങ്ങനെ മാറ്റുന്നതാണ് രണ്ടാമത്തെ വീഡിയോ. അത് ഉടനെ തന്നെ ഞാൻ ഇടുകയും ഗൈസ്. ആ ഇട്ടതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നോക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നോക്കുക ഗൈസ്, അല്ലെങ്കിൽ ഇതാണ്ട് ഇപ്പോൾ കാണുന്ന ഈ ഐ ബട്ടണിലോ നോക്കുക ഗൈസ്. അത് ഞാൻ ഉറപ്പായിട്ട് അതിനകത്ത് ഇട്ടിരിക്കും ഗൈസ്. അതുപോലെ തന്നെ ഈ കാണുന്ന ആപ്ലിക്കേഷനിലോട്ട് നിങ്ങൾക്ക് കയറാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് $3 ഇപ്പോൾ തന്നെ ആഡ് ആവും ഗൈസ്. അത് രജിസ്റ്റർ ചെയ്ത് നമ്മൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് $3 ആഡ് ആവുന്നതായിരിക്കും ഗൈസ്. ബാക്കിയുള്ള $20 നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പേപ്പാൽ, അതെല്ലാം നമ്മൾ വിശദമായിട്ട് ഞാൻ ഇനി പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് എങ്ങനെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ കാണുന്ന സ്ക്രീനിനകത്ത് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം കാണാമെന്ന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ദാണ്ടെ ഇപ്പോൾ കാണുന്നുണ്ട്. ഈ കാണുന്നതിനകത്ത് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് പോലെ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാണിച്ചു തരാം. ഇപ്പോഴത്തുള്ള അക്കൗണ്ട് ജസ്റ്റ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് ദാണ്ട് ഇപ്പോൾ കാണുന്നത് ഈ ആപ്ലിക്കേഷനാണ്, ഹണിഗെയിൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മളെ മൊബൈൽ ഡേറ്റ ഷെയർ ചെയ്തിട്ട് നമുക്ക് ആ ഏണിങ്സ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി നമ്മൾ ഏൺ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്തൊന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഞാൻ ഡേറ്റ ഷെയർ ചെയ്ത് കൊടുത്ത് കിട്ടിയേക്കുന്നത് അത് ഹണിഗെയിൻ വാലറ്റ് എന്ന് പറഞ്ഞൊരു മോഡിലാണ്. അത് ഞാൻ ഇപ്പം ഹണിഗെയിൻ മാറ്റി ജംപ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ആ സ്വിച്ച് ബട്ടണിൽ ഞെക്കുമ്പോഴത്തേക്കും ഓൾറെഡി ആവുന്നതായിരിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ എൻ്റെ 638.59 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കാണുന്നത്. ഈ പോയിന്റ് എന്ന് പറയുന്നതാണ് ജംപ് ടാസ്കിനകത്ത് നമ്മൾ ഡേറ്റ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്. ഈ ഡേറ്റ ഈ പോയിന്റ് അനുസരിച്ചായിരുന്നു നമുക്ക് ജംപ് ടാസ്കിൽ JMPT ടോക്കൺസിൻ്റെ അളവ് കൂടുന്നത്. അപ്പോൾ ഞാൻ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കാണിക്കുകയാണ്. ഇപ്പോൾ കുറേ അച്ചീവ്മെൻറ്റ്സ് കണക്കെ ഉണ്ട്. ഈ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴേ ഇപ്പോൾ നമ്മൾ 15 MB വീതം വെച്ച് നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ ലക്കി പോട്ട് കിട്ടും. അതുവഴി നമുക്ക് 5 6 ക്രെഡിറ്റ് നമുക്ക് കയറുന്നതായിരിക്കും. ചിലപ്പോൾ 100 വരെ മാക്സിമം പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു. ഇപ്പോൾ ഈ BC ഈ കറങ്ങുന്നത് കണ്ടിട്ടില്ലേ? ഈ BC കറങ്ങുമ്പോഴാണ് ഇത് ഡേറ്റ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ BC ഡേറ്റയെ ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പം അതുകൂടാതെ എൻ്റെ ജം ടാസ്ക് ഞാൻ ഓൾറെഡി ഇതിനകത്ത് കണക്റ്റഡ് ആണ്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ജം ടാസ്ക് ഡാഷ്ബോർഡിൽ നിന്ന് ഞെക്കുമ്പോഴത്തേക്കും എൻ്റെ ജം ടാസ്ക് അക്കൗണ്ടിലോട്ട് നേരെ പോകുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ജം ടാസ്ക് അക്കൗണ്ട് ഒന്ന് കാണിക്കാം. അപ്പോൾ അക്കൗണ്ട് കാണിക്കുമ്പോൾ തന്നെ ഏണിങ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനകത്ത് എൻ്റെ JMPT 0.08221 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതെൻ്റെ JMPT ടോക്കൺസ് ആണ്. മാക്സിമം 0.5 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കത് വിഡ്രോ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 തവണ ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു അത്. ഇനി നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്താകുമ്പോഴത്തേക്കും ഞാൻ വിഡ്രോ ചെയ്ത ഡീറ്റെയിൽസ് കാണുന്നതായിരിക്കും. ട്രാൻസാക്ഷൻ ആപ്പിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. മേലോട്ട് നോക്കി അതെ കണ്ടോ
ഞാൻ 2 തവണയാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. ഒന്ന് സീലോ എന്ന ബ്ലോക്ക് ചെയിനിലും അത് തന്നെ BNB എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ചെയിനിലുമാണ്. ഇത് ഞാൻ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഉടനെ തന്നെ കാണിക്കുന്ന അടുത്ത വീഡിയോയിൽ 2ാമത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ട്രസ്റ്റ് വാലറ്റിലോട്ട് നമ്മളെ പൈസ വന്നിട്ടുള്ളത്. എൻ്റെ ഇപ്പോഴത്തെ ട്രസ്റ്റ് വാലറ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേസ്. എൻ്റെ ട്രസ്റ്റ് വാലറ്റിന് ഓപ്പൺ ചെയ്യപ്പോൾ കണ്ടില്ലേ 2 തവണയായിട്ട് ഒന്ന് സീലോ എന്ന് പറഞ്ഞാൽ ഒന്ന് BNB ബ്ലോക്ക് ചെയിനിലും കിടപ്പുണ്ട്. ഈ അതിനകത്ത് 2 പ്രാവശ്യമായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഗ്യാസ് ഫീ അതിനകത്ത് തന്നെ നമ്മൾ അത് കുറഞ്ഞേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 80 രൂപ. ഇപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകും കേസ്. അത് ക്രിപ്റ്റോ കറൻസികളുടെ ഒരു പ്രത്യേകതയാണ്. എപ്പോഴും അതൊരു വാല്യൂ ആയിരിക്കത്തില്ല. അതിന് പല വാല്യൂകൾ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇതിനകത്തോട്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നോ എല്ലാം നമ്മൾ ഇത് എങ്ങനെ ഏൺ ചെയ്യാമെന്നോ എല്ലാം ഇപ്പോൾ അടുത്ത ഒരു പുതിയ അക്കൗണ്ട് വഴി നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അതിനുവേണ്ടി ഞാനിപ്പം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ആ ലിങ്ക് ഒന്ന് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നേരെ ഈ വെബ്സൈറ്റിലൂടെ പോകുന്നതാണ്. ഇപ്പം ഞാനത് ഡയറക്റ്റ് അതിനകത്ത് തന്നെ ഗൂഗിളിലാണ് പേസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ എൻ്റെ കൂപ്പൺ കോഡൊക്കെ അവിടെ കാണുന്നുണ്ട്. കൂപ്പൺ കോഡ് ഡിക്ലൈം $3 എന്ന് പറഞ്ഞ് കാണിച്ചാൽ നിങ്ങൾക്ക് $3 എൻ്റെ കൂപ്പൺ ഉപയോഗിച്ച് കിട്ടുന്ന $3 കിട്ടത്തുള്ളൂ. അതിന് വേണ്ടി ആ $3 ഞെക്കിന് ശേഷം നിങ്ങൾക്ക് ഇമെയിൽ ഉപയോഗിച്ച് പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലിൻ്റെ വഴി ഡയറക്റ്റ് അങ്ങ് ലോഗിൻ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതപ്പോൾ ഞാൻ ഒരു ഇമെയിൽ ഉപയോഗിച്ച് ഞാനങ്ങ് ലോഗിൻ ചെയ്യുന്നുണ്ട്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ആപ്ലിക്കേഷൻ ഹണിഗേൻ എന്ന ആപ്ലിക്കേഷൻ നമ്മളുടെ ആൻഡ്രോയിഡ് ഫോൺ ഞാൻ എൻ്റെ ഫോൺ ഇപ്പോൾ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. ഇപ്പം ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൽ അഗ്രി ദ ടേംസ് കാണിച്ചു. സ്കിപ്പ് ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഡേറ്റയാണ് കൊടുക്കുന്നത്. വൈഫൈ ആണെങ്കിൽ അത് അല്ലാതെ PC-കളിലൊക്കെ ആണെങ്കിൽ വൈഫൈ ആയിരിക്കും. അപ്പോൾ അത് കൂടാതെ ഇപ്പോൾ മൊബൈൽ ഫോൺ ആയതുകൊണ്ട് ഞാനിവിടെ മൊബൈൽ ഡേറ്റ എന്ന് പറഞ്ഞതിൽ ഓക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ 3 dots മോർ എന്ന് പറയുന്നതിനകത്ത് ഞെക്കിയിട്ട് ലോഗിൻ. നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തായിരുന്നു നേരത്തെ ആ ഗൂഗിളിൽ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്ത് അതേപോലെ തന്നെ അതേ ഇമെയിൽ ഉപയോഗിച്ച് തന്നെ ഇവിടെ നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാൻ കുറച്ചൊരു 2-3 മിനിറ്റ് എടുക്കും. 2-3 മിനിറ്റ് എടുത്ത് കഴിഞ്ഞ ശേഷം താണ്ടി ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ നേരത്തെ ഞാൻ എൻ്റെ കൂപ്പൺ ഉപയോഗിച്ച് കിട്ടിയ ആ $3 ഇപ്പോൾ അവിടെ 3000 പോയിന്റ് ആയിട്ട് അവിടെ കിടപ്പുണ്ട് ഗൈസ്. അത് $3 ആണ്. അതെപ്പോൾ നമുക്ക് 20,000 ആയി കഴിയുന്നു നമുക്ക് പേപാൽ വഴി നമുക്ക് പേ ഔട്ട് ചെയ്ത് എടുക്കാനായിരിക്കും. ഇപ്പം ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ആ പേപാൽ വഴി എടുക്കുന്നതെല്ലാം അതിന് പകരം ജംപ് ടാസ്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വഴി ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് ക്രിപ്റ്റോ കറൻസി JMPT ടോക്കൺസ് ആയിട്ട് കിട്ടുന്നതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ജംപ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ആ സ്വിച്ച് ബട്ടണിൽ ഞെക്കുമ്പോൾ ജംപ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേസ്. ഇങ്ങനെ കാണിക്കുന്നത് ചില ഫോണുകളിൽ സ്ക്രോൾ അപ്പ് ചെയ്യാൻ വഴിയത്തില്ല. അതിനൊരു വഴി ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട് കേസ്. നമുക്ക് നേരെ ജംപ് ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്താൽ മാത്രം മതി കേസ്. അപ്പോൾ നമുക്ക് ഓൾറെഡി എത്തും. അതിനു മുമ്പേ തന്നെ ജംപ് ടാസ്കിലോട്ട് ഇത് വരണമെങ്കിൽ നമ്മളൊന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് ജംപ് ടാസ്ക് എന്നൊരു വെബ്സൈറ്റിൽ പോയതിനു ശേഷം നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്ത് നേരത്തെ ഹണിഗെയിൻ രജിസ്റ്റർ ചെയ്ത പോലെ തന്നെ ഇതിലൊന്ന് രജിസ്റ്റർ ചെയ്യുക ഗൈസ്. അതിനുവേണ്ടി താണ്ട് അപ്പോൾ വെബ്സൈറ്റ് എടുത്തിട്ടുണ്ട്, സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. സൈൻ ഇൻ ചെയ്തതിന് ശേഷം സൈൻ അപ്പ് അല്ലെങ്കിൽ ലോഗിൻ ഞെക്കിയാലും കുഴപ്പമില്ല. നമുക്ക് ഏതായാലും ഈ ഇമെയിൽ കൊടുത്താൽ ജസ്റ്റ് അങ്ങ് ലോഗിൻ ആയിക്കോളും. അപ്പോൾ ലോഗിൻ വിത്ത് ഗൂഗിൾ നേരത്തെ കൊടുത്ത ഇമെയിൽ ആണെങ്കിൽ നേരത്തെ കൊടുത്ത ഇമെയിൽ തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വേറെ ഉപയോഗിച്ചാലും ഒരു വിഷയമില്ല. 2 അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇമെയിൽ കൊടുത്ത് ഞാനിപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് 0 ഏർണിങ്സ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒന്നും അടുത്ത് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. ഈ വെബ്സൈറ്റിൽ നമുക്ക് മറ്റുള്ള അക്കൗണ്ടുകൾ ഫോളോ ചെയ്ത് ട്വിറ്ററിലോ അല്ലെങ്കിൽ ഡിസ്കോഡിലോ എവിടെയെങ്കിലുമൊക്കെ ഫോളോ ചെയ്ത് നമുക്ക് ഏർണിങ്സ് കൂട്ടാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ട് പോവുകയാണെങ്കിൽ കുറേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അവർ പറയുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഏർണിങ്സ് കിട്ടുന്നതായിരിക്കും. ഇനി അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് ഒന്ന് കാണിച്ചു തരാണ്ട് ഏർണിങ്സ് തൊട്ട്. ഇപ്പോൾ അതിനകത്ത് വാലറ്റൊക്കെ മിസ്സിംഗ് എന്നാണ് കാണിക്കുന്നത്. അത് നമുക്ക് ആഡ് ചെയ്യുന്ന ഉടനെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നോക്കുക. ഇപ്പോൾ നമുക്ക് യുവർ അക്കൗണ്ട് ID എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഈ യുവർ അക്കൗണ്ട് ID എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ നമ്മളുടെ ആ ജംപ് ടാസ്കിനകത്ത് നമുക്ക് ഡേറ്റ ഷെയർ ചെയ്യുന്നത് പോയിന്റ് ആഡ് ആവണമെങ്കിൽ നേരെ പോവുക, ഹണിഗെയിൻ എന്ന് പറഞ്ഞ ആ ഒരു വെബ്സൈറ്റ് എടുക്കുക. അപ്പോൾ നേരത്തെ നമ്മളെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതണക്ക് ഹണിഗെയിനിൻ്റെ വെബ്സൈറ്റിൽ പോവുക. വെബ്സൈറ്റിൽ പോയതിന് ശേഷം ജംപ് ടാസ്ക് മോഡ് ചെയ്ത് എനേബിൾ ചെയ്ത് ഡാഷ്ബോർഡ് നേരെ വരുമ്പോൾ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുമ്പോൾ ഓൾറെഡി നമ്മളുടെ അതിനകത്ത് ലോഗിൻ ചെയ്തത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ലോഗിൻ ആവാൻ നമ്മൾ ലോഗിൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരേണ്ടി വരത്തില്ല. ഇപ്പോൾ ഏകദേശം 3000 പോയിന്റ് അതിനകത്തുണ്ട്. നേരത്തെ എൻ്റെ കൂപ്പൺ കോഡ് കിട്ടിയത് അതിനകത്ത് ആ 3 ലൈൻസിൽ നമ്മൾ ഒന്ന് ഞെക്കി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഓപ്ഷൻ വരും. അതിനകത്ത് നമ്മൾ ജംപ് ടാസ്കിനകത്ത് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അക്കൗണ്ട് നേരത്തെ എടുത്ത കോപ്പി ചെയ്തെടുത്ത അക്കൗണ്ട് ID എന്ന് പറഞ്ഞ ഓപ്ഷൻ ആ കോഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ അതിനകത്ത് ഒരു ഇമെയിൽ വരുന്നതായിരിക്കും. നമ്മൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടി അത് നേരെ ഇമെയിലിൽ പോവുക. ഇമെയിലിൽ പോയതിന് ശേഷം നമുക്ക് ആ കോയിൻ ഒന്ന് എടുത്തു കൊടുക്കാം. ആ കോഡൊന്ന് എടുത്തു കൊടുക്കാം.
അപ്പോൾ ആദ്യം കാണുന്ന കോഡ് ഞാൻ എടുക്കുന്നുണ്ട്. അത് കുറച്ച് മുമ്പ് വന്നതുകൊണ്ടായതുകൊണ്ട് രണ്ടാമത്തെ കോഡാണ് അത് എടുക്കുന്നത്. രണ്ടാമത്തെ കോഡ് ഞാൻ എടുക്കുന്നുണ്ട്. കോഡ് എടുത്ത് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്യാൻ കൊടുക്കുകയാണ്. കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെരിഫൈയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ഹണിഗെയിൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ പോവുകയാണ്. അവിടെ പോയിട്ട് ശേഷം നമ്മൾ ആ സ്വിച്ച് ബട്ടൺ ഞെക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ജംപ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ കണക്ട് ചെയ്ത അക്കൗണ്ടുമായിട്ട് അതിനകത്ത് ഇപ്പം ഡേറ്റ ഷെയർ ചെയ്യുന്നു. ഇപ്പോൾ ബീസ് കറങ്ങുന്നത് കൊണ്ട് ഡേറ്റ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഡേറ്റാസ് ജംപ് ടാസ്ക് മോഡിൽ കിടക്കുകയാണെങ്കിൽ ജംപ് ടാസ്കിൽ ഏണിംഗ് ആയിട്ട് ക്രിപ്റ്റോ കറൻസിയിലെ JMBT ടോക്കൺസ് ആയിട്ടാണ് അത് ആഡ് ആവുന്നുണ്ട്. ആ പോയിന്റുകൾ ആഡ് ആവുന്നത്. അല്ലാതെ ഹണിഗെയിനിലാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അത് ഡോളേഴ്സായി മാറാൻ വേണ്ടി അത് 20,000 പോയിന്റ്സ്. അത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ജംപ് ടാസ്ക് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ജംപ് ടാസ്ക് ഉപയോഗിക്കാനാണ് പറ്റത്. ഹണിഗെയിൻ വഴിയും ചെയ്യാൻ പക്ഷേ പാടാണ്. ഇനിയിപ്പം നമ്മളുടെ ജംപ് ടാസ്കിലോട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന ഉണ്ട് മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ്, ബിനാൻസ്, അങ്ങനെ കുറേ വാലറ്റുകളുണ്ട്. ഇതിൽ വാലറ്റുകൾ കണക്ട് ചെയ്യാൻ നമ്മൾ ജംപ് ടാസ്കിൽ വാലറ്റ് കണക്ട് ചെയ്യാനാണ് കാണിച്ചു തരുന്നത്. ഈ വാലറ്റ് കാണിച്ചു തരുന്നത് ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ട്രസ്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ടോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ടോ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റ് വേണമെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് തന്നെ എടുക്കാം. അല്ലെങ്കിൽ മെറ്റാമാസ്കോ വേറെ ഏതും നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ വാലറ്റ് മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നതിനകത്താണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നേരെ നമുക്ക് ടെസ്റ്റ് വാലറ്റ് എടുത്ത് അതിനൊന്ന് നമുക്കൊന്ന് ലോഗിൻ ചെയ്യണം. അതിൽ ഗെറ്റ് സ്റ്റാർട്ട് അടിക്കുക, ആഡ് ന്യൂ വാലറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ക്രിയേറ്റ്. അതിൽ ഫ്രേസ് വഴിയും ഉണ്ട്. അത് കണക്ക് തന്നെ നമുക്ക് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനും എടുക്കാം. പക്ഷേ ക്രിയേറ്റ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഫ്രേസ് എന്ന് പറഞ്ഞ് അതിനകത്ത് ചെയ്യുകയാണെങ്കിൽ ആ ഫ്രേസുകൾ നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ചെയ്യണം. ഇപ്പം ഇത് നമുക്ക് സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. ഇപ്പം ഇവിടെ വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് ലോഗിൻ ഈ ജംപ് ടാസ്ക് അക്കൗണ്ടുമായിട്ട് നമുക്കത് ലിങ്ക് ചെയ്യേണ്ടി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ പോയി ആഡ് എന്ന് പറഞ്ഞ് നേരത്തെ നമ്മൾ എടുത്തു വെച്ച ജംപ് ടാസ്കിൻ്റെ ആ വെബ്സൈറ്റിലോട്ട് പോവുകയാണ്. പോയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ട്രസ്റ്റ് വാലറ്റിനാണ് ഇപ്പോൾ ഞാൻ എടുത്തത് കൊണ്ട് ട്രസ്റ്റ് വാലറ്റിലോട്ട് ഞെക്കി കഴിയുമ്പോഴത്തേക്ക് നേരത്തെ പോലെ ട്രസ്റ്റ് വാലറ്റിൻ്റെ അക്കൗണ്ടിലോട്ട് ആപ്പിലോട്ട് നേരെ പോയിട്ട് ഇങ്ങനെ കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ കണക്റ്റിൽ ഞെക്കുക. അതിനുശേഷം നമ്മൾ നേരെ തിരിച്ചു വരുന്നതായിരിക്കും. തിരിച്ചു വന്നിട്ട് നമ്മൾ സിഗ്നേച്ചർ സെൻഡ് എന്നും പറഞ്ഞാൽ കാണിക്കുന്നുണ്ട്. ആ സെൻഡ് എന്ന് പറയുമ്പോൾ നേരെ നമ്മൾ ആപ്പിൽ പോയതിന് ശേഷം ഇപ്പോൾ ഒരു വെരിഫിക്കേഷൻ വരുന്നുണ്ട്. നമ്മളൊന്ന് അതിൽ സൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതോടെ നമ്മളുടെ പാസ്വേഡ് അല്ലെങ്കിൽ ഇപ്പം ഞാനിവിടെ ബയോമെട്രിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോൾ നമ്മളുടെ വാലറ്റ് ജംപ് ടാസ്കിൻ്റെ വെബ്സൈറ്റുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കതൊന്ന് നോക്കാം. കണ്ടോ, നമ്മളുടെ ID, നമ്മളുടെ ട്രസ്റ്റ് വാലറ്റിൻ്റെ ID അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അക്കൗണ്ട്, നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് അതുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വിഡ്രോ ചെയ്യുന്നതും എല്ലാം നമ്മൾ ഇനി ഇന്ന് കാണിക്കുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിലായിട്ട് നമ്മൾ കാണിക്കാം. കാരണം ഈ വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടി പോകുന്നുണ്ട്. ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ രണ്ടാം പാർട്ടിൽ ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിൽ നമുക്ക് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടിരുന്നാൽ മതി. ഈ ആപ്ലിക്കേഷൻ ആ ബീസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ആ ബാറ്ററിയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് നമ്മളന്ന് അലോ ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ അലോ ചെയ്ത് കൊടുക്കുമ്പം പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ഓൾറെഡി റണ്ണായിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി ആ ബീസ് ഇങ്ങനെ കറങ്ങുന്നുണ്ടോ. അങ്ങനെ കറങ്ങുന്നുണ്ടെങ്കിൽ യാതൊരു വിധമായിട്ടും പേടിക്കേണ്ട. നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ഫോണിൽ മാത്രം ഉപയോഗിച്ച് മാത്രം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നു വേണ്ട. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇപ്പോൾ 1-2 മൊബൈൽ ഉള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മൊബൈൽ അച്ഛനമ്മമാരുടെയോ അല്ലെങ്കിൽ അപ്പന്മാരുടെ ആരെങ്കിലുമൊക്കെ ഫോണുകളാണെങ്കിലും ഇതേ ഇമെയിൽ വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ആ ഫോൺ വഴി കിട്ടുന്നതും അങ്ങനെ നിങ്ങളുടെ സ്വന്തം ഫോൺ വഴി കിട്ടുന്ന ഏണിങ്സ് ഇതിനകത്ത് കൂടി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജംപ് ടാസ്കിൽ 0.5 കൂടുതൽ ഏണിങ്സ് കൂട്ടി. അതുകൂടാതെ നിങ്ങൾക്ക് ജംപ് ടാസ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക അതിനകത്തുള്ള ഓരോ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് തോനെ ഏണിങ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതേപോലത്തുള്ള കിടിലം ആപ്പുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാനത് യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ കണക്കത്തുള്ള ആപ്പിൾ ഏണിങ്സ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക
ചെയ്യുക ഗേസ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ പാർട്ട് ഉടൻ തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് എങ്ങനെ ട്രസ്റ്റ് വാലറ്റ് ഇപ്പോൾ കിടക്കുന്ന പൈസ നമുക്ക് എങ്ങനെ INR വഴി INR ആക്കി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ വെച്ച് നമുക്കത് ഉപയോഗിക്കാൻ കഴിയുന്നതെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ കാണുന്നതായിരിക്കും. അത് ഉടൻ തന്നെ ഇറങ്ങുന്നതായിരിക്കും ഗേസ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ആവശ്യമാണ് ഗേസ്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ശുഭദിനം.